ചുഴലിക്കാറ്റും അനുബന്ധ ദുരന്തങ്ങളെ നേരിടാൻ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും സംയുക്തമായി 24 കേന്ദ്രങ്ങളിൽ മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചു. കോട്ടയം ജില്ലയിലെ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും നേരിടുന്ന തീക്കോയി വെള്ളികുളത്താണ് മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത്. മണ്ണിടിച്ചിലുണ്ടായ വെള്ളികുളത്ത് അപകടത്തിൽപ്പെട്ട 10ഓളം പേരെ രക്ഷിക്കുകയായിരുന്നു സംഘത്തിന്റെ ദൗത്യം. രാവിലെ 11 മണിക്ക് തുടങ്ങിയ ദൗത്യം അരമണിക്കൂറിനകം മരണമടഞ്ഞവരെയും പരിക്കുപറ്റിയവരെയും ആശുപത്രി സംവിധാനങ്ങൾ സജ്ജീകരിച്ചിരുന്ന വെള്ളികുളം സെന്റ് ആന്റണീസ് ഹൈസ്കൂളിൽ എത്തിക്കുവാൻ ദൗത്യസേനയ്ക്ക് കഴിഞ്ഞു. ഇരാറ്റുപേട്ട ഫയർ സ്റ്റേഷന്റെയും പാലാ ഫയർ സ്റ്റേഷനിലെ സിവിൽ ഡിഫൻസിന്റെയും പോലീസ് സേന, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്, തീക്കോയി പഞ്ചായത്ത്, വില്ലേജ് റവന്യൂ വകുപ്പ്, വിവിധ സർക്കാർ ആശുപത്രികൾ, ജില്ലാ സ്പെഷ്യൽ പോലീസ് തുടങ്ങിയവരുടെ സഹായത്തോടെ മീനച്ചിൽ തഹസീൽദാർ ലിറ്റി തോമസ് ആണ് പരിപാടിക്ക് നേതൃത്വം നൽകിയത്. അവലോകന യോഗത്തിൽ തീക്കോയി പഞ്ചായത്ത് പ്രസിഡന്റ് KC ജെയിംസ് അധ്യക്ഷനായിരുന്നു. നമ്മുടെ ഈ മേഖല ഒട്ടേറെ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് മഴക്കാലം ആകുമ്പോൾ ഈ പ്രദേശത്ത് വളരെ ജനങ്ങൾക്ക് വളരെ ആശങ്ക ഉണ്ടാകുന്ന ഒരു പ്രദേശമാണ്. ഒട്ടേറെ വിഷയങ്ങൾ ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഈ പ്രദേശത്തുള്ള ആളുകൾ ഇത്ര ഒരു സംഭവം ഉണ്ടാകില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു മേഖലയിൽ കൂടിയാണ്. ഇവിടെ ഉണ്ടായിരുന്ന കുറേ ആളുകളൊക്കെ ഇന്ന് മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ താമസം മാറി പോയിട്ടുണ്ട്. എന്നിരുന്നാലും കുറേ ആളുകൾ ഇനിയും നമ്മുടെ ഈ മേഖലയിൽ താമസിക്കുന്നു. ഇരാറ്റുപേട്ട ഫയർ സ്റ്റേഷൻ ഓഫീസറും ഓൺസൈറ്റ് ഇൻസിഡന്റ് കമാൻഡറുമായ കലേഷ് കുമാർ K, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ PJ ജേക്കബ്, പോലീസ് സബ് ഇൻസ്പെക്ടർ ബിനു VL, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഡാനി നയനൻ, മീനച്ചിൽ സേഫ്റ്റി ഓഫീസർ ഡോക്ടർ യശോധരൻ ഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു. നാട്ടിലെ സാമൂഹിക പ്രവർത്തകരാണ് മോക്ക് ഡ്രില്ലിനു വേണ്ടി അഭിനയിച്ചത്.